നേരത്തെ മായിൻകിലോട് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം, ഒരു കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ പറഞ്ഞു. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിൽ പഠിച്ച ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്കുള്ള ജോലി സാധ്യത, അത്തരമൊരു ജോലി സാധ്യത നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും പുറത്താണ് ഇതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലേക്കുള്ള ഒരു പഠനം എങ്ങനെയാണ് അത് നിരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് എഞ്ചിനീയർമാർ നമ്മുടെ നാട്ടിൽ പല ബ്രാഞ്ചുകളായി എഞ്ചിനീയർ പഠനം പൂർത്തിയാക്കി വെറുതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അതുകൂടാതെ ഈ പെൺകുട്ടികൾ, എത്രയോ പെൺകുട്ടികൾ PG ഒക്കെ എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതിന് അവയർനെസ് നമ്മളെ കാസർഗോഡ് ജില്ലയിലില്ല. നമ്മളിവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് SLC കഴിഞ്ഞാൽ പാസ്പോർട്ട് എടുത്ത് ഗൾഫിൽ പോകും, ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നേരെ ഗൾഫിൽ പോകും. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ മലബാർ മേഖലയ്ക്ക് 5% സമ്പന്നം ഉണ്ടായിരുന്നു. അത് ആരോ കോടതിയിൽ പോയി, തെക്കൻ ജില്ലയിലുള്ള ആരോ കോടതിയിൽ പോയിട്ട് അത് മാറിയപ്പോൾ. അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ PSC പരീക്ഷ തയ്യാറെടുത്ത് അതിന് പരിശീലനം കൊടുത്ത് പരീക്ഷ എഴുതുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ സർക്കാർ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം സംഭരണമുണ്ട്, മാത്രമല്ല നമ്മുടെ ജില്ലയിൽ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ സർക്കാരിൻ്റെ മത്സര പരീക്ഷകൾക്ക് പരിശീലനം കൊടുത്ത് അവരെ പ്രാപ്തരാക്കി അവരെ പരീക്ഷ എഴുതിപ്പിച്ച് കൊണ്ടുവരുന്നത് വലിയൊരു സാധ്യതയാണ്. നജീബ് കാന്തപുരം ഇപ്പോൾ ഓൾറെഡി പയറ്റി തെളിഞ്ഞ ഒരു സാധ്യതയാണ്. തീർച്ചയായിട്ടും നജീബ് കാന്തപുരമൊക്കെ പെരിന്തൽമണ്ണയിൽ മലപ്പുറത്ത് നടപ്പിലാക്കിയ പദ്ധതി വളരെ ശ്രദ്ധിച്ചൊരു പരിപാടിയാണ്. കാസർഗോഡും അതിനുള്ള സാധ്യതകൾ ഞങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട MLA മാരോട് അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ആളുകളോടൊക്കെ സംസാരിച്ച് ഇവിടെ നല്ല കഴിവുള്ള ഒരുപാട് ആളുകൾ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല PhD എടുത്ത് വിദ്യാഭ്യാസ വിപ്ലവത്തെ പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ജില്ലയിലുണ്ട്. അവരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വിൻടച്ചിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിച്ച് കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഈ മത്സര പരീക്ഷകളിൽ അവർക്ക് എങ്ങനെ നേടാം, എങ്ങനെ അവരെ പ്രാപ്തരാക്കാം എന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളും പഠനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ കാസർഗോട്ടെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, കൂടുതൽ സാധ്യതകൾ പരിശോധിച്ച് മുന്നോട്ട് പോകുക, അതോടൊപ്പം തന്നെ അതിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കുക. നല്ല കഴിവുള്ള മിടുക്കരായ കുട്ടികളുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ്. എൻ്റെ തൊട്ടടുത്ത പ്രദേശത്തെ ഈ ബദിയടുക്കയിലെ ഒരു കുട്ടി നാസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് ഇവിടെ ഒരു ലോക്കലിൽ പഠിച്ച് എഞ്ചിനീയർ നേടി M.Tech ആക്കി ഇപ്പം നാസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ്. എത്രയോ ആളുകൾ ഇപ്പം നമ്മളെ കൂട്ടത്തിൽ കാസർഗോഡ് ജില്ല എത്ര ഡോക്ടറേറ്റ് നേടിയ എത്ര മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഡോക്ടറേറ്റ് നേടിയ ഈ അടുത്ത കാലത്ത് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു എനിക്ക് ഡോക്ടറാണ്, എഞ്ചിനീയർ. ഈ കുട്ടി പറഞ്ഞു എനിക്ക് ചരിത്രം പഠിക്കണം. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടി, ഹിസ്റ്ററിക്ക് പഠിക്കുന്നുണ്ട് ആ കുട്ടി. ആ കുട്ടിയുടെ ഡയലോഗ് ഇതായിരുന്നു, എനിക്ക് ചരിത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ പഴയകാല ചരിത്രം കൂടി പഠിക്കണം. പുതിയ തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാവി പഠിക്കുന്നതോടൊപ്പം തന്നെ ഭാവിയിലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പഴയ കാര്യങ്ങൾ പഠിക്കുകയും വേണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികളുടെ സംസ്കാരം പൂർത്തിയാവും, കൃത്യമായ രീതിയിലേക്ക് പൂർത്തിയാവും. മയങ്ങളോട്ട് നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിൽ ഇടയിൽ വെച്ച് നിർത്തിയ ഒരു ചോദ്യമാണ്. നേരത്തെ പറഞ്ഞു അനിലക്കര കൂടെ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരാളാണ്. MLA ആയി അതിനുശേഷം അനിലക്കര ഇത്തവണ പഞ്ചായത്തിൽ മത്സരിച്ചു. അതേപോലെ ഇത്തവണ മാഹിൻകിലോട്ട് മത്സരിച്ചു ബദിയടുക്ക പഞ്ചായത്തിൽ. ഞങ്ങൾ ഇങ്ങനൊരു സർവേ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ ഞങ്ങൾ പങ്കുവച്ചപ്പോൾ പലരും പറഞ്ഞ ഒരു ചോദ്യം, മാഹിൻകിലോട്ടിൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു ബദിയടുക്ക പഞ്ചായത്ത് തദ്ദേശ ഭരണത്തിൽ മത്സരിച്ചത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടി പറഞ്ഞാൽ ഒരു പ്യൂണാവാനും തയ്യാറാണ് എന്ന് മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളാണ്. ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ MSFലൂടെ
പ്രവർത്തിച്ച് വന്ന ഒരാളെന്ന നിലയിൽ അച്ചടക്കം പ്രധാനമാണല്ലോ. അപ്പോൾ എൻ്റെ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി വളരെ ശക്തമായി എന്നോട് പറഞ്ഞു, ഇവിടെ സീത്താങ്കോളിയെ വാർഡിൽ നിങ്ങൾ മാത്രമേ ജയിക്കൂ, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കണം. പാർട്ടി പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായി താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാളെന്ന നിലയിൽ വീണ്ടും നമ്മൾ പഞ്ചായത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് ഞാൻ അവരെ അറിയിച്ചു. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കൂ എന്നുള്ള, അതായത് പഞ്ചായത്ത് പിടിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയാണ് പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവിടെ മത്സരിക്കുന്നത്. വലിയൊരു റിസ്കിലാണ് ഞാൻ അവിടെ മത്സരിച്ചത്. പക്ഷേ 167 വോട്ടിന് അവിടെ ജയിച്ചു. തൊട്ടടുത്ത ബഹളപാടും കൂടി നമുക്ക് ജയിക്കാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ നമ്മൾക്ക് പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെ പോയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുപ്പിലൂടെയാണ് നമുക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 8 സീറ്റ് UDF-ന്, 8 സീറ്റ് BJP-ക്ക്. ഇപ്രാവശ്യം 10 സീറ്റ് UDF-ന്, 10 സീറ്റ് BJP-ക്കാണ്. 3 സീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം CPM-ന്. ആ 3 സീറ്റിൽ 2 സീറ്റ് നഷ്ടപ്പെട്ടു CPM-ന്. പിന്നെ 4 UDF-ന്റെ സീറ്റുകൾ നഷ്ടപ്പെടുന്നത് കേവലം 25 വോട്ടിന് താഴെയാണ്. അങ്ങനെയാണ് ഈ പ്രാവശ്യം നമുക്ക് ഭരണം നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ടത്. അതാണ് ബദിയടുക്കയുടെ ചിത്രം. അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ഞാനെപ്പോഴും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. എല്ലാ കാലത്തും ഞാൻ പാർട്ടി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അത് ഞാൻ ചെറുപ്പം മുതലേ പാർട്ടിയിൽ ലയിച്ചു പോയ ഒരാളാണ്. പാർട്ടി എനിക്കൊരു വികാരമാണ്. അത് എൻ്റെ ഒരു മോഡൽ, എൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു സൗഹാർദ്ദ അന്തരീക്ഷം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. എൻ്റെ മോഡൽ നിന്ന് പാണക്കാടാണ്. ഞാനിപ്പോൾ ചോദിക്കാൻ ചോദ്യമായിരുന്നു അത്. ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ റോൾ മോഡൽ ഇപ്പൊ എന്തായാലും പറഞ്ഞു പാണക്കാട് തങ്ങളാണെന്നുള്ളത്, ഒന്ന് അത് വിശദീകരിക്കാം. എങ്ങനെയാണ് അത്, എന്തൊക്കെയാണ്? അതായത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലത്ത് അന്ന് ICS അബ്ദുൽ നാസർ മദനി അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു, ISS. ആ സമയത്ത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഒരു പ്രസ്താവന ചന്ദ്രികയിൽ വന്നു. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ISS ഇസ്ലാമിക സേവക സംഘടന അല്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ സേവിക്കുന്ന ഒരു സംഘടന അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ ഒരു പക്വതയില്ലാത്ത കാലമാണ്, MSFന്റെ കാലം പക്വതയില്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ BJP-ക്ക് RSS ഉള്ളതുപോലെ ലീഗിന് ISS എന്തുകൊണ്ട് ആയിക്കൂടാ? ഞാൻ എൻ്റെ ആ പക്വതയില്ലാത്ത ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ചെർക്കള അബ്ദുല്ല സാഹിബിനോട് ഞാനൊന്ന് ചോദിച്ചു MSFന്റെ കാലത്ത്. അല്ല സാറേ, നമുക്ക് ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടൊരു പ്രസ്താവന ഇന്നത്തെ ചന്ദ്രികയിലുണ്ട്, അത് നമ്മുടെ തീരുമാനമാണ്. എനിക്ക് ആലോചിച്ചത് കിട്ടുന്നില്ല. പിന്നീട് ഒരു 2-3 വർഷം കഴിയുമ്പോഴാണ് ഒരുപാട് നിരപരാധിയായ ആളുകൾ കേസിൽ കുടുങ്ങുകയും കലാപം ഉണ്ടാവുകയും ISS-ൽ കൂടി ആളുകൾ കുഴപ്പത്തിൽപ്പെടുകയും സംഘർഷം ഉണ്ടാക്കുകയും അങ്ങനെ ഒരുപാട് കേസും ജയിലുമായി മുന്നോട്ട് പോകുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി പാണക്കാട് ശിഹാബ് തങ്ങൾ എടുത്ത തീരുമാനം ശരിയായിരുന്നു. അപ്പോൾ ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു തറവാട് എന്ന നിലയിൽ അവിടെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളത്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വരുന്ന ഈ മലയോര മേഖല എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. ഇവിടെ ഈ സൗഹാർദ്ദം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് പാണക്കാട് തങ്ങളിലൂടെയാണ്. ആ അന്തരീക്ഷമാണ്. അപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ ആ സമീപനവും ആ ഡയലോഗും ആ പ്രവർത്തനവും അവരുടെ സാമീപ്യവും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം തന്നെയാണ് ലീഗിൽ അടിയുറച്ചു നിൽക്കാനും ലീഗിൻ്റെ ഈ സൗഹാർദ്ദമാണ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർക്കുള്ള ആവേശം. നമ്മൾ ഈ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്നല്ല, രാഷ്ട്രീയ എതിരാളികൾ എല്ലായ്പ്പോഴും ലീഗിനെതിരെ ഉയർത്തുന്ന ഒരു ആരോപണമാണ് മുസ്ലിം ലീഗ് എപ്പോഴും കാസർഗോഡ് മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ പറയുന്നത് ലീഗിന് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ BJP വരും. BJP പേടി പറഞ്ഞാണ് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നതും വോട്ട് ജയിക്കുന്നതും എന്നുള്ളത് ഒരു വശം.
അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അഷ്റഫ് എടനീറിൻ്റെ ഒരു പ്രസ്താവന, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഇത്തരം കാര്യങ്ങൾ, അതായത് നോമ്പ് നോക്കുന്ന നിസ്കരിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി വെക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ BJP പേടി പറഞ്ഞാണ് ലീഗ് ഇവിടെ ജയിക്കുന്നതെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം ഇല്ലാതെ തന്നെ മുസ്ലിം ലീഗിനെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമല്ലേ കാസർഗോഡ് യഥാർത്ഥത്തിൽ? ഇത് ഞാനിപ്പോൾ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി ഏകദേശം 3 വർഷം. ഇതിൻ്റെ ഇടയിൽ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 61 വാർഡിലാണ് മുസ്ലിം ലീഗ് വിജയിച്ചത്. ഈ പ്രാവശ്യം മൊത്തം 80 വാർഡിൽ മുസ്ലിം ലീഗ് വിജയിച്ചു. അത് മുഴുവനും രാഷ്ട്രീയ വിജയമാണ്. ഓരോ സ്ഥലത്തെടുത്ത് പരിശോധിച്ചാലും അതൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. ഈ BJP വരുന്നു എന്ന് പറഞ്ഞിട്ട് വിജയിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ആരോപണം മാത്രമാണ്. ഇതൊക്കെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മണ്ഡലത്തിൽ നന്നായി പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അസംബ്ലിയിലും അതോടൊപ്പം തന്നെ പാർലമെന്റിലും മാറ്റങ്ങൾ വരാറുണ്ട്. അത് സത്യമാണ്, മാറ്റങ്ങൾ വരും. പക്ഷെ നല്ല രാഷ്ട്രീയക്കാരുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. ഇപ്പൊ നിങ്ങൾ പറയും കാസർഗോഡ് മണ്ഡലത്തിലെ 5 പഞ്ചായത്ത് BJP ഭരിക്കുന്നു. പക്ഷെ ഈ 5 പഞ്ചായത്തിൽ കുമ്പടായ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം CPIയുടെ ഒരു മെമ്പറുടെ സഹായത്തോടു കൂടിയാണ് അവിടെ ഭരിച്ചത്. ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം 5 മെമ്പർ ലീഗിനുണ്ടായിരുന്നു, ഇപ്പോഴും 5 മെമ്പർ ലീഗിനുണ്ട്, 1 മെമ്പർ കോൺഗ്രസിനുണ്ട്. ഒരു വാർഡ് കൂടിയപ്പോൾ ആ കൂടിയ വാർഡ് BJPക്ക് കിട്ടി. അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ബദിയടുക്കയിൽ കഴിഞ്ഞ പ്രാവശ്യം 8 മെമ്പർമാരുണ്ടായിരുന്നു, ഇപ്പൊ 10 മെമ്പർമാരായി UDFന്. പക്ഷെ നറുക്കെടുപ്പിലൂടെ ഭരണം പോയി. പക്ഷെ ബദിയടുക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ UDFന് 360 വോട്ട് ലീഡ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 360 വോട്ട് ലീഡ് ചെയ്ത് ചരിത്രത്തിൽ ആദ്യമായി. അസംബ്ലിയിലൊക്കെ 3000 വോട്ടിന് പിറകിലാണ് നമ്മൾ. ആ ഒരു പഞ്ചായത്തിൽ 360 വോട്ട് ലീഡിൽ ബദിയടുക്ക പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടിംഗ് പാറ്റേൺ മാറിയിട്ടുണ്ട്.